أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ പറയുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണമെന്ന് ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും എന്നുള്ള വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് തന്നെ ഈ കാര്യം പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പ്രധാനമായൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഒരുപാട് കോടിക്കണക്കിന് കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ ദിക്റിൽ ഒരുപാട് കോടിക്കണക്കിന് കാര്യങ്ങൾ കിടക്കുന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽപ്പെട്ട പ്രധാനമായൊരു ഭാഗം ദിക്റാണ് ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ വൽഖദിരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, ഖൈറും ഷർറും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് വരുന്നത് എന്ന് ഒരു യഥാർത്ഥമായ ഒരു വിശ്വാസി വിശ്വസിച്ചേ മതിയാവും. നമ്മുടെ പ്രമാണമാണത്. വൽഖദിരി ഖൈർ, ഷർറും ഖൈറും അള്ളാഹു സുബ്ഹാനഹു വ തആല, നന്മയും ചീത്തയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്ന് വരുന്നത് എന്ന് പൂർണ്ണമായി ഒരു വിശ്വാസി വിശ്വസിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രമാണം. അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്നത് അതിനെ തുടങ്ങിയുള്ളതായ ഒരു ദിക്റാണ് ഈ പറയാൻ പോകുന്നത്. ആ ദിക്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ പ്രയാസം കൊടുക്കുന്നവനെ, ബുദ്ധിമുട്ട് കൊടുക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് യാതൊരു തർക്കങ്ങളുമില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഏറ്റുകഴിഞ്ഞാൽ അതിനുള്ള വഴി എന്ന് പറയുന്നത് ഈ ദിക്ർ അങ്ങ് ചെല്ലിയാൽ മതി. ഈ ദിക്ർ കുറേ അങ്ങ് ചൊല്ലിക്കഴിയുമ്പോഴത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുക്കുകയും അതിന് പ്രയോജനപരമായിട്ടുള്ളതായ സംഗതികൾ പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തരികയും നമ്മുടെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, വൈഷമ്യങ്ങൾ, ശല്യങ്ങൾ എല്ലാം ഇതിൽ നിന്നും അങ്ങ് മാറ്റം ചെയ്യുകയും ചെയ്യും. നമ്മുടെ വൈഷമ്യങ്ങളെല്ലാം അങ്ങ് മാറി, നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് മാറും. പക്ഷേ ഇത് ചെല്ലണം, ഇത് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടി വേണം. ഇത് ആദ്യം പറയുന്ന അളവനുസരിച്ച് തന്നെ നിങ്ങളത് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം പിന്നെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഇതങ്ങ് ഒരു 11 അല്ലെങ്കിൽ ഒരു 9 ഒറ്റ വരുന്ന സംഖ്യയെ നിർത്തിക്കൊണ്ട് ഇതങ്ങ് ചെല്ലാവുന്നേ ഉള്ളൂ. അങ്ങനെ ചെല്ലി ഇങ്ങനെ വരുമ്പോൾ അല്ലാഹുവേ, റഹ്മാൻ റഹീമായ തമ്പുരാനെ, എല്ലാം അറിയുന്ന സർവശക്തനായ പടച്ച തമ്പുരാൻ, ഇത് ഷർറിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് തമ്മിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഏറിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അത് മാറ്റം ചെയ്യുകയും നിങ്ങൾക്ക് ഐശ്വര്യവും ബർക്കത്തും തരികയും സമ്പൽ സമൃദ്ധി തരികയും മറ്റെല്ലാ വൈഷമ്യങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റുകയും നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യവും എല്ലാവിധ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും തരും. അത്രത്തോളം അല്ലാഹു കാരുണ്യമുള്ളവനും കൂടിയാണ്. അല്ലാഹു ഗഫൂർ റഹീമാണ്. നമ്മളൊന്ന് ചിന്തിക്കാനുള്ള കാര്യമാണ്. അല്ലാഹു ക്രൂരനല്ല, അല്ലാഹു ഗഫൂർ റഹീമാണ്, അല്ലാഹു റഹ്മാനാണ്, റഹീമാണ് എന്നുള്ള വിവരം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അങ്ങനൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ബുദ്ധിമുട്ട് നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിന് ആ വൈഷമ്യങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ തുടങ്ങിയുള്ളതായ വൈഷമ്യങ്ങൾ നമുക്ക് പെട്ടുകഴിഞ്ഞാൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് നിങ്ങളങ്ങ് ഏറ്റേറ്റ് നിങ്ങൾ ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുകയാണ്. അള്ളാഹുവിൻ്റെ അർശിലേക്ക് ഇത് ചെല്ലുകയാണ്. എന്താണോ നമ്മൾ ഇൽമു പറയുന്നത്, ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ, അല്ലാഹ് എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞാൽ, ഒരു അൽഹംദുലില്ലാഹ് എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇതെവിടെയാണ് ചെല്ലുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് അല്ലാഹുവിൻ്റെ അർശിലേക്ക് നിങ്ങൾ ചെല്ലുകയാണ്. അതേ സമയത്തൊരു തിന്മ പറഞ്ഞാലും അങ്ങ് ചെല്ലുകയാണ്. അതുകൊണ്ട് നന്മ തന്നെ നമ്മൾ പറയണം. അപ്പം അങ്ങനെയുള്ളതായ ഈ സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ദിക്റങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ മാറ്റം തരികയും വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് മാറ്റം തരികയും അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യവും വർഗത്തും സന്തോഷവും എല്ലാവിധ ഗുണങ്ങളും നിങ്ങൾക്ക് തരികയും എന്ത് ഷർറുണ്ടെങ്കിലും അവിടെ നിന്നും മാറ്റുകയും ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആനാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ നിങ്ങൾ മടിക്കണ്ട. ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങളങ്ങ് ചെല്ലണം. ഈ ദിക്ർ എന്തെന്ന് ചോദിച്ചാൽ അത് ചെല്ലുന്നതിനൊരു പാടുമില്ല, വളരെ എളുപ്പത്തിൽ ചെല്ലുന്ന ദിക്റാണ്. ആ ദിക്ർ നിങ്ങളങ്ങ് ചെല്ലണം. ഞാനതായി ദിക്ർ ചെല്ലാൻ പോകുന്നു.
അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന ദിക്ർ എന്ന് പറയുന്നത് ഞാനിവിടെ ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ ആ ദിക്ർ എന്ന് പറയുന്നത് ഏതൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അള്ളാഹുവിൻ്റെ ഇസ്മ നമ്മൾ ചെല്ലണം എന്നുള്ളത് നമ്മുടെ ആവശ്യമായൊരു കാര്യമാണ്. എങ്കിലേ അത് പ്രതിഫലം തീർച്ചയായിട്ടും ഉണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ പ്രതിഫലം കുറയും, ചിലപ്പോൾ സാധ്യമല്ലാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ചെയ്യാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ദിക്ർ 101 പ്രാവശ്യം യാ ദുർറു യാ അല്ലാഹ്, യാ ദുർറു യാ അല്ലാഹ്, യാ ദുർറു യാ അല്ലാഹ്. ഈ ദിക്ർ നിങ്ങളൊരു 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലണം. ആദ്യം നിങ്ങൾ ചെല്ലുമ്പോൾ ചെല്ലുന്ന സമയം 101 തന്നെ ചെല്ലണം. അതിൽ യാതൊരു കുറവും നിങ്ങൾ വരുത്തരുത്. 101 പ്രാവശ്യം അത് ചെല്ലിയിട്ട് നിങ്ങളങ്ങ് റബ്ബിനോടങ്ങ് ദുആ ചെയ്യണം. നിങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണോ സംഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അതങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളൊരു ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കുകയില്ല. സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുന്നു, നിങ്ങൾ രക്ഷപ്പെടുന്നു, നിങ്ങളെ കുടുംബം രക്ഷപ്പെടുന്നു, ഇവിടെ രക്ഷപ്പെടുന്നു, ദുനിയാവ് രക്ഷപ്പെടുന്നു, ആഖിറം രക്ഷപ്പെടുന്നു. എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഈ ദിക്ർ ചെല്ലണം. ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട. വേണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ചെല്ലരുത്. തീർച്ചയായിട്ടും അള്ളാഹുവിനുള്ള ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രയോജനമാണ്. മാത്രമല്ല ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ഇത് പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയാണ് ദിക്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി ഒരു ആരാധനയിൽ ഒറ്റ ഒരു കാര്യം ഏതൊരു വ്യക്തി ചെല്ലുന്നോ അത് ദുനിയാവിൽ മാത്രം തങ്ങുന്നില്ല, ആഖിറത്തിലും അതിൻ്റെ ഗുണം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ ചെയ്യുന്ന കാര്യത്തിൽ മടിക്കണ്ട. ഇത് ചെയ്തുകൊണ്ട് ഈ അളവ് പറഞ്ഞനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെയും പിന്നെയും നിങ്ങൾക്കിത് എപ്പോഴും ഇതങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കാം. അങ്ങനെ ചൊല്ലി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. അള്ളാഹു എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ എനിക്ക് പുറത്തു തരട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.